ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഓണസദ്യയുടെ ഭാഗമായിട്ടാണ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അടപ്രഥമൻ. ഓക്കെ, ഈ മട്ടേരിയുടെ മേടിക്കാൻ കിട്ടും, സൂപ്പർ അരിയാണ് അടപ്രഥമനാണ്. ഇത് നല്ല ബ്രാൻഡഡ് ആണ് നമ്മൾ മേടിച്ചത്, നല്ല കമ്പനിയുടെ നല്ലതാണ്. അപ്പോൾ ഇതിൽ 200 ഗ്രാം നമ്മൾ വാങ്ങിച്ചെങ്കിലും അത് 100 ഗ്രാം എടുത്തിട്ടുള്ളൂ. കാരണം ഇവിടെ കഴിക്കാൻ ആരില്ലാത്തതുകൊണ്ട് ഉണ്ടാക്കി കഴിക്കാൻ വീഡിയോ എടുക്കാൻ മാത്രമാണ് നമ്മൾ കാണിക്കാൻ മാത്രമേ കുറച്ച് എടുത്തിട്ടുള്ളൂ. 1 കപ്പ് കേട്ടോ, 100 ഗ്രാമിൻ്റെ ശർക്കര അതുപോലെ തന്നെ 250 ആണെങ്കിൽ 700 ഗ്രാം, അതിന് ശർക്കരയും ഒരു 250 ഗ്രാം നമ്മൾ എടുത്തിട്ടുള്ളൂ. പഞ്ചസാര ഒരു 1/4 കപ്പും ആവശ്യത്തിന്, അണ്ടിപ്പരിപ്പ് ആവശ്യത്തിന്, ഏലക്കപ്പൊടി, 1-ാം പാല്, 2-ാം പാല്, 3-ാം പാല് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് എടുത്താൽ മതി. ചുക്ക് പൊടി, പിന്നെ ഉപ്പ്, വെളിച്ചെണ്ണ, വെള്ളം തിളപ്പിക്കാൻ ഞാൻ വെച്ചു ഗൈസ് നേരത്തെ. അപ്പം ഞാനിത് നല്ലോണം വെട്ടി തിളയ്ക്കുന്നുണ്ട്. ഇതിൽ ഇരട്ടിക്ക് വെള്ളം ഉണ്ടാവണം, കട്ട പിടിക്കാൻ പാടില്ല. 1-2 സെക്കൻഡ് അങ്ങോട്ട് ഇട്ടിട്ട് എന്നിട്ട് തീ കടത്തി മൂടി വെച്ചിട്ട് തന്നെ അവിടെ ഇരുന്ന് റെഡി ആക്കിക്കോളും, അല്ലെങ്കിൽ വെന്ത് ഇതായിപ്പോവും. അപ്പോൾ ഇത് അങ്ങനെ മൂടി വെച്ചു, മാറ്റി വയ്ക്കട്ടെ. അപ്പോൾ ഇതിൽ നമ്മൾ ഉരുളിച്ചട്ടി വെച്ചു. വലിയ ചട്ടി വെക്കണം, അടപ്രഥമൻ വരട്ടി എടുക്കണമല്ലോ ശർക്കര നേരിൽ. അപ്പോൾ ഞാൻ ഇപ്പുറത്ത് ഒരു പാത്രം വെച്ചിട്ട് ശർക്കര ഞാൻ ഇതിലേക്ക് ഇടാണ്. അധികം വെള്ളം ആഡ് ചെയ്യരുത്. അപ്പോൾ പിന്നെ ഈ അടപ്രഥമൻ്റെ വെള്ളം വറ്റിക്കാൻ നിൽക്കണം, അപ്പോൾ സമയം എടുക്കും. അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. അപ്പോൾ പെട്ടെന്ന് നമ്മൾ ഇത് വറ്റിച്ചെടുക്കാമല്ലോ. ഇത് ഇവിടെ നിന്ന് ചൂടാവട്ടെ, അപ്പോഴേക്കും ഞാനിത് റെഡിയാക്കിയിട്ട് കാണിച്ചു തരാം. ഇപ്പം അട കണ്ടില്ലേ, ഞാൻ ഇതാക്കി വെള്ളത്തിലിട്ടതേ നല്ല അത്യാവശ്യം തന്നെ ഇട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിൽ ശർക്കരയിൽ ഇട്ട് കഴിഞ്ഞാൽ ഈ അട നമുക്ക് ഇതാവില്ല, വേവില്ല. അതുകൊണ്ട് തന്നെ ഇത് ഞാൻ ഇതിട്ട് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. ഇനിയിപ്പോൾ നമ്മൾ പഞ്ചസാര ഇടുന്നത്, പഞ്ചസാര ഞാൻ കുറച്ച് ഇടണുള്ളൂ. നോക്കിയിട്ട് നമ്മൾ ഈ പറഞ്ഞ മധുരം ഞങ്ങൾക്ക് അണ്ടമാനം പറ്റില്ല. ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ പഞ്ചസാര ആഡ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. പഞ്ചസാര ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു കളർ കിട്ടും കഴിയും. ഞാൻ അട ഇതിലോട്ട് ഇടാണ്. ഞാൻ വെള്ളമൊക്കെ ഒഴിച്ച് കഴുകി വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ഇനി ഇതിൽ കിടന്ന് വറ്റണം ഗൈസ്. അധികം വെള്ളമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് റെഡിയാവും. പാനിയില്ല, ശർക്കര പാനി വെള്ളത്തിലാണെങ്കിൽ അത് വറ്റിക്കാൻ കുറച്ച് പാട് വരും. ഇല്ലെന്ന് വെച്ചാൽ വേഗം റെഡിയാവും. അത് നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. ഇത് റെഡി ആയിട്ട് ഞാൻ കാണിച്ചു തരാം. നെയ്യ് ഞാൻ 1 ടീസ്പൂൺ ഒഴിച്ചതാ ഗൈസ്, എന്നാലും ഒഴിച്ചിട്ട് നോക്കാം. അണ്ടിപ്പരിപ്പ് കഴിച്ചിടുമ്പോൾ ശരിയാവും, കുറച്ചല്ലേ ഉള്ളൂ. ഇത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. 2-ാം പാല് നമുക്ക് കുറേശ്ശെ ഒഴിച്ച് റെഡിയാക്കണം. മൊത്തത്തിൽ ഒഴിച്ചാൽ ചിലപ്പോൾ ചൂടാവില്ല. ഇതും തിളയ്ക്കുന്നതനുസരിച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. ഉണ്ടോ? അത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം കേട്ടോ. എല്ലാ പാലും ഒഴിച്ച് തിളച്ച് റെഡിയാകുമ്പോൾ എല്ലാവരും ചുക്കുപൊടിയോ ഏലക്കായോ എല്ലാവരും ഇട്ടൊന്നുമില്ല, ഞാൻ ഇടാറുണ്ട്. ചിലവരൊക്കെ ഇടാറുണ്ട് കേട്ടോ. അത് പ്രത്യേക ഒരു ടേസ്റ്റ് കിട്ടാണ്ട്, ഇത് ബാലൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഇച്ചിരി ശർക്കരയിൽ ഉപ്പിടുന്നാണ് പറയുക. എന്നാലും ഒരു ഇച്ചിരി നമുക്ക് ഇടാം. അപ്പം ഞാൻ ഇതിൽ നെയ്യ് ഇട്ടായിരുന്നു, 2 ടീസ്പൂൺ നെയ്യ് ഇട്ടിട്ടുണ്ട് മൊത്തത്തിൽ. ഇത് ഞാൻ ഇതിലൊരു 1.5 ടീസ്പൂൺ നെയ്യ് ഇട്ടിട്ട് വറുത്തും വെച്ചിട്ടുണ്ട്. അണ്ടിപ്പരിപ്പ് ഒന്നുകൂടി നല്ലപോലെ തിളച്ച് കഴിഞ്ഞാൽ തലമ്പാൽ ഒഴിച്ചിട്ട് നമ്മളിത് ഓഫാക്കി വെക്കും. അത് കഴിഞ്ഞിട്ട് തലമ്പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ തിളക്കരുത്, ഈ ചൂട്ടിൽ കിടന്നിട്ട് തന്നെ അത് റെഡി ആവണം കേട്ടോ ഗൈസ്. നല്ലപോലെ ഒന്ന് വെട്ടി തിളയ്ക്കുമ്പോൾ തലമ്പാൽ ഒഴിച്ചാണ് ഞാൻ. നല്ല കട്ടി കുറുതായിട്ട് നല്ല പാലാണ് എടുത്ത് വെച്ചത്. നല്ല പാല് മൊത്തം ഇതിലേക്ക് വെച്ചോളൂ. ഓഫാക്കാണ്. അണ്ടിപ്പരിപ്പ് ഇതിനകത്ത് ഇട്ട്
ഈ കയ്യിലൊന്ന് മാറ്റട്ടെ ഞാൻ വരാട്ടോ കൊടുക്കാൻ. വരുമ്പോൾ ഒന്നും കൂടി കുരുതാവും. ഇതിലിരുന്നിട്ട് ചിലവരാളുകൾ ഇങ്ങനെ വലിയ കൂടുതൽ വയ്ക്കുമ്പോൾ ആളുകൾ തേങ്ങാപ്പാൽ കണ്ടമാനം ഒഴിക്കേണ്ടതെന്ന് വെച്ചിട്ട് അവരെന്ത് ചെയ്യും, ഒരു 1/4 ടീസ്പൂൺ മറ്റേ കോൺഫ്ലവറോ അരിപ്പൊടിയോ ഇതിൽ ഈ ചൂട്ടത്തിൽ കലക്കിയിട്ട് ആ പാലിൽ കലക്കിയിട്ട് ഒഴിക്കുക. അല്ലെങ്കിൽ വെള്ളത്തിൽ കലക്കി കുറച്ചും കൊണ്ട് ഒഴിച്ചാൽ നല്ല കട്ടിയാവും. പക്ഷെ അത് ഒറിജിനൽ ടേസ്റ്റ് വരില്ലല്ലോ. സദ്യയിലൊക്കെ അങ്ങനെ ഇടുന്നാണ് പറയണ ആളുകൾ. അല്ലെങ്കിൽ അവർക്ക് മുതലാവില്ല കേട്ടോ. പാല് തന്നെ ഒഴിച്ചിട്ട് റെഡിയാവില്ല. ഇത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. ഒന്ന് തണക്കട്ടെ പായസം. വേണ്ട പായസം അതിലേ ഉണ്ട് 2-3 ഗ്ലാസ്. എങ്ങനെ പോയാലും ഒരു ഗ്ലാസ് വെച്ച് ഒരു 5-8 ആളുകൾക്ക് നമുക്ക് 100 ഗ്രാം അടപ്രഥമൻ പായസം വെച്ചാൽ കഴിക്കാം. 1 കിലോ പായസം ഉണ്ട് കേട്ടോ. 250 ഗ്രാം മറ്റേ അടപ്രഥമൻ വേവിച്ച് വയ്ക്കുമ്പോൾ പായസം 2.5 കിലോ ഉണ്ടെന്നാണ് പറയുന്നത്. ശരിയാ, എല്ലാം ഇത്തിരി പാലൊക്കെ കൂടുതലായി. ഇത് ഞങ്ങൾക്ക് അധികം മധുരം പാടില്ല, ഇച്ചിരി മധുരം മുന്നിലാണ്. പക്ഷെ നല്ല മധുരത്തിലാണ് ഇവിടെ ഉള്ളവർ കഴിക്കുക. അപ്പൊ കുറച്ചും കൂടി കളർ മാറും. പക്ഷെ ഞങ്ങൾക്ക് അധികം മധുരം, ഇപ്പോഴും ഞങ്ങളുടെ മധുരം ഇച്ചിരി കൂടുതലാണ്. ഞാൻ കാണിച്ചു തരാം. കഴിച്ച് നോക്കിയേ, ഇത് ഇരിക്കും തോറും ഒന്ന് കട്ടയാവും. ഞാനത് കഴിച്ചു തരാം കേട്ടോ. മുന്തിരി ഒന്നും ഇടണ്ട, അണ്ടിപ്പരിപ്പ് മാത്രം എടുത്തിട്ടുണ്ട്. ചുക്കും നമ്മുടെ ഏലക്കപ്പൊടിയും ഇട്ടിട്ടുണ്ട് ഇതിനകത്ത്, മറ്റേ നെയ്യ്. സൂപ്പർ. ഒന്നുകൂടി ഇനി കഴിച്ചു തരാം ഞങ്ങളുടെ ഒരു സന്തോഷത്തിന്. രക്ഷയില്ല പായസം, സൂപ്പർ പായസം. നല്ലപോലെ തേങ്ങാപ്പാലുമാണ്. ഇതിന് ഞാനിപ്പോൾ 100 ഗ്രാം തേങ്ങാപ്പാൽ 1.5 തേങ്ങ പാലെടുത്തിട്ടുണ്ട്. പാൽ ഇത്തിരി കട്ടി കുറവുണ്ട്. പച്ചതേങ്ങയാണെങ്കിൽ സൂപ്പർ തേങ്ങ, നല്ലപോലെ. ഈ മട്ടരിയുടെ അട കുറച്ചും കൂടി നല്ലപോലെ വേവുണ്ട്. ഒന്ന് ശർക്കരയിലിട്ട് ഞാൻ വരട്ടുമ്പോഴും ഒരു അമരം കാണിക്കുന്നുണ്ട്. ഒരു ഇതുപോലെ സോഫ്റ്റ് ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ രണ്ടാമതിട്ട് വേവിച്ചു. വേവിക്കണം, അത് വെറുതെ ചൂടുവെള്ളത്തിലിട്ട് മൂടി വെച്ചിട്ടൊന്നും ഒരു രക്ഷ ഉണ്ടായില്ല. ഇതിന് നല്ല വേവുണ്ടായിരുന്നു. അപ്പോൾ ഓക്കെ, നല്ലൊരു പായസം വെച്ചു. നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കണം. എന്നിട്ട് കമൻറ്റിൽ വന്ന് പറയണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ ബൈ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.